അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മളെടുത്തുള്ളൊരു പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ചെറിയ ചൂടുള്ള ബട്ടറാണ്. അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു പോവാത്ത പോലെ ഒന്നുണ്ട പിടിക്കണ പോലെ ആയി കിട്ടണം. നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം തുറക്കുന്ന ഒരു കേക്ക് ടിന്നാണ്. ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ മിക്സ് ചെയ്ത ബിസ്ക്കറ്റ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. മുഴുവനായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ലെയർ എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്യുക ആദ്യം, എന്നിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയുള്ള സെക്കൻഡ് ലെയർ തയ്യാറാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൽ. നമുക്ക് ഈ ബൗളിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. സ്പാച്ചില വെച്ചിട്ട് പഞ്ചസാരയും ചീസും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് എല്ലാ ഭാഗങ്ങളിലും എത്തുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്യണം. ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് തിക്കായിട്ടെടുക്കാം. നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് നമുക്ക് അതിൻ്റെ പകുതി ഭാഗം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ക്രീം ചീസും നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് ടീൻ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമുക്കിത് സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പാച്ചില വെച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമുക്കിതിനെ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം.
നല്ല സെക്കൻഡ് ലെയർ നല്ല ക്രീമി സ്ട്രെച്ചർ ആയിക്കാരം. നമ്മൾ തണുത്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസമാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ലോട്ടസ് ബിസ്ക്കറ്റാണ് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുന്നത്, തേർഡ് ലെയറായിട്ട്. നമുക്ക് നമ്മളെ കേക്ക് ടീനിൻ്റെ സൈഡ് ഭാഗം തുറന്നു കൊടുക്കാം. ചീസ് കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ ഫസ്റ്റ് ലെയർ ചെറുതായിട്ടൊരു കട്ടി പോലെ തോന്നും, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സെക്കൻഡ് ലെയർ നല്ല ക്രീമിയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.